ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗളം. 8ാമത്തെ നാളും പോരാട്ടമല്ല, നമ്മുടെ വിജയണ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ഉണ്ണിക്കണ്ണനെ ആലോചിക്കുക. ചോറുന്നൊലിക്കണ ഓലപ്പരയിലിരുന്ന് ആ വീട്ടിൻ്റെ ചുമരും ചാരിയിരുന്ന് കണ്ണ് കലങ്ങിയിരിക്കാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. ഉപ്പിലിട്ട മാങ്ങയായിരിക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ചാലിച്ചായിരിക്കുക. അവിടെ നമ്മൾ താജ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കണം. എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണനെ ആലോചിക്കുക. തകർന്നു പോകാതെ ഉസ്പേത്തിന് അവർക്കിട്ട് ഉമ്മണ്ണും കടുപ്പേത്തിന് കമ്മണിരുന്ന വാഴക്ക് ജമ്മെന്ന് പോവുക. എന്ത് ടെൻഷനോ എന്ത് വിഷമം വന്നാൽ കുറച്ച് നേരം അങ്ങോട്ട് കരയുമ്പോൾ നമുക്കത് മനസ്സിലൊരു പുഞ്ചിരിയായി മാറും. സങ്കടപ്പെടുന്ന നേരത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല. നമ്മളെ ചളിക്കുഴി കിടക്കുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും, ബാക്കി ആരും ഉണ്ടാവില്ല. തകർന്നു പോകരുത്. തകർന്നു പോകാണ്ട് അവർ ഈ 4ാം ക്ലാസ്സുകാർ ഉണ്ണിക്കണ്ണൻ ആലോചിക്കുക. എന്ത് വിഷമമുണ്ടെങ്കിലും കരഞ്ഞു തീർക്കി. അത് ഇന്നുകൊണ്ട് തീർത്ത് നാളത്തുള്ള ലക്ഷ്യത്ത് ഒരു സൈക്കിൾ ചവിട്ടുമ്പോൾ ഈ കയറ്റം കണ്ടിട്ട് നിർത്തരുത് മക്കളെ. പോരാടണം. ആ സൈക്കിൾ ചവിട്ടിയ കാല് വേദനിച്ച് ഇന്നത്തെ കഷ്ടപ്പാട് നാളത്തെ വിജയത്തിലായിരിക്കും. വിജയക്കൊടി പാറിക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം. പായുന്ന കുതിരയെ പോലെ വിജയണ്ണൻ പറയും പോലെ നിങ്ങൾ പോറ വഴി എതിർക്കരുതില്ല. അപ്പം നിങ്ങൾ പോറ വഴി കറക്റ്റതേ. ആരെന്ത് പറഞ്ഞ് പുച്ഛിച്ചോ കളിയാക്കിയവരെന്ത് പറഞ്ഞോട്ടെ. ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഉണ്ണിക്കണ്ണൻ പോരാടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. തകർന്നു പോകാതെ പുഞ്ചിരിയായിരിക്കുക. എന്ത് വന്നാലും പല തടസ്സങ്ങളുണ്ടാവും. ഇന്നലെ തന്നെ കണ്ടില്ലേ, കിടക്കാൻ സ്ഥലമില്ലാതെ ഒരു ടോളിൻ്റെ അവിടെ കിടന്നപ്പോൾ ദൈവമേ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവരൂപത്ത് 5-6 അനിയന്മാർ വന്നു. 2-3 ദിവസമായി വിളിക്കണു. എന്നെ കുറേ ആൾക്കാർ മുതലെടുക്കണതുകൊണ്ട് പേടിയാണ്. എവിടെയും പോയ കളിയാക്കും. ഇത് പറഞ്ഞ 9 ആകുമ്പോൾ വന്ന് അവിടെ കിടക്കണ്ടേട്ടാ എന്ന് പറഞ്ഞ് മഞ്ഞത്ത് ജ്യൂസ് വാങ്ങിത്തന്ന് 7 കിലോമീറ്ററുള്ളൂ 5 കിലോമീറ്ററുള്ളൂ പറഞ്ഞ് എന്നിട്ട് അവിടെ എത്തിയിട്ട് 7 കിലോമീറ്റർ നടന്നു വന്നു. ചങ്ക് പോലെ കൂടെ നിൽക്കണ രക്തബന്ധം ചെയ്യാത്ത പോലെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നോ ദൈവം എഴുതി വെച്ച നിയോഗത്തിൽ ഇതാണ്. ഇന്നലെ ഞാൻ അവിടെ സങ്കടത്ത് മഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അവർ വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡ്രസ്സ് ഇട്ടത് അലക്കാനൊന്ന് ബാത്റൂമിൽ പോകാതെ ഈ ബാഗും എവിടെ വെക്കുന്നറിയാതെ എനിക്കറിയില്ല. അവർ വന്ന് ഭക്ഷണം വാങ്ങിത്തന്ന് ഇന്നലെ, പിന്നെ രാവിലെ ഭക്ഷണം വാങ്ങിത്തന്ന് അവരുടെ കോളേജിൽ പോയപ്പോൾ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും വന്ന് പരീക്ഷയായിട്ട് പോലും എനിക്കറിയില്ല. എപ്പോഴും ഞാൻ ചോദിക്കും, ഞാൻ ആരാണ് ഏട്ടാ? ഈ ഉണ്ണിക്കണ്ണൻ മംഗലം ആരാണ്? ഞാൻ ആരുമല്ല, വെറും 4ാം ക്ലാസ്സുകാരൻ. ആ മംഗലം വെറും ആ പഴയ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. എന്നും വന്ന വഴിയോ ഒന്നും മറക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്നും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ തരുന്ന സ്നേഹമാണ്, സപ്പോർട്ടാണ്. നിങ്ങൾ ഒന്നാലോചിക്കുക. പായുന്ന കുതിരയായിരിക്കണം. പുറകിലെന്താ മുന്നിലെന്താന്ന് ശ്രദ്ധിക്കണ്ട. പിന്നെ നിങ്ങൾ വൈറലാകുക. എന്തെങ്കിലും നിങ്ങളൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ മുതലെടുക്കാനായി കുറേ ആളുകളുണ്ടാകും. സൂക്ഷിക്കുക, അവരെ മാത്രം സൂക്ഷിക്കുക. എല്ലാം കഴിഞ്ഞ് കുറേ സുഹൃത്തുക്കൾ ആളുകളുണ്ടാവും. അതല്ല, നമ്മൾ ചളിക്കുഴി കടന്ന് കയറാൻ പറ്റാതെ ഒരു ആന കുഴിപ്പെട്ട് കിടക്കണവരെ നമ്മൾ വട്ടം കറങ്ങുന്ന സമയത്തും ചങ്ക് പോലെ രക്തബന്ധം ചെയ്യാത്ത പോലെ ആളുകളുണ്ടാവും. മൻസൂർ, വിവേക്, പാലക്കാടൻ ചാമിയച്ചൻ, വിലാഷേട്ടൻ, അങ്ങനെ നിരവധി ആളുകൾ. അതിൻ്റെ ലക്ഷ്യമാണ് ഉണ്ണിക്കണ്ണൻ ഐഫോണ് തീറ്റാ പറ്റ 20 കിലോ കുറച്ച് ഐഫോൺ തരും പറഞ്ഞു 15 കിലോ കുറച്ചപ്പോൾ ദിൽസിലേക്കും യാതിലേക്കും തന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഷൂവും ബാഗും വാങ്ങിത്തത്. അതൊക്കെ എല്ലാം വാങ്ങി പറഞ്ഞ ഇതാക്കിയല്ല. പിന്നെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നവർ നമ്മളെ സഹായിച്ചു. അങ്ങനെ കുറേ സുഹൃത്ത് ബന്ധങ്ങളും കിട്ടി. രക്തബന്ധങ്ങൾ ചെയ്യാത്ത പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ. ഞാൻ ആരാണ് ഏട്ടാ? പിന്നെയും ചോദിക്കുകയാണ്. എന്തെങ്കിലും കാര്യത്തിന് തളരാതെ മുന്നോട്ട് മാത്രം നിങ്ങൾ നടക്കുക. എൻജോയ് ചെയ്ത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. ഇപ്പം ഞാൻ കണ്ട ആഗ്രഹത്തിന് വേണ്ടി നടക്കും പല ആൾക്കാരും പലതും പറഞ്ഞ് കുറ്റം പറയും. ജീവിതം ഒന്നുള്ളൂ, നേർവഴിക്ക് നേർക്ക്
കുറുക്ക വഴി കൂടെ പോയിട്ട് ഇതാണ്ട പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ് ബാ ബൈക്കിൽ കയറാ, കാറിൽ കയറി കൊണ്ടാക്കാം. പുച്ഛിച്ചും പരിഹസിച്ചും പറയുന്നവരുണ്ട്, അറിയാതെ പറയുന്നവരുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ലക്ഷ്യബോധം എന്താണോ, അതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. ഒരു കുതിര പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് മാത്രം എയിമായിരിക്കും. അതായിരിക്കണം ജീവിതവും. തളർച്ചയുണ്ടാവും, തളർന്നാലേ വളരാൻ പറ്റുള്ളൂ. തളരുന്നത് സങ്കടപ്പെട്ട് നേർക്ക് നേരെ മാത്രം, ബാക്കിൽ എന്തുണ്ട് സൈഡിൽ കുറ്റം പറയണ ഒന്നും നോക്കില്ല. നമ്മുടെ ഈ ജീവിതം എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ആത്മാവ് പോവാം. അത് മണ്ണിലലിയ അല്ലെങ്കിൽ തീയിൽ ദഹിപ്പിച്ച് പോകുന്ന നിമിഷം വരെ നമ്മുടെ ഉള്ളൂ. അപ്പോൾ ജനിച്ചു വരുമ്പോഴൊന്നും ഇല്ലാണ്ട് പോകണമെന്ന്, മരിച്ചു പോകുമ്പോഴൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താഗ്രഹം കൊണ്ട് സാധിച്ചിട്ട് ഈ മണ്ണിൽ നിന്ന് വിട്ടുപോകണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആരെന്ത് കുറ്റം പറയുന്നോ, നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ പുഞ്ചിരിയായി എന്ത് പൈസ ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും മരിച്ചു പോകുമ്പോൾ ഒരു വെള്ളത്തുണിയുമായിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ആരും വാശിയോ വൈരാഗ്യമോ ഒന്നും കൊണ്ട് ജീവിക്കരുത്. ഉള്ള നേരം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, ഒരാൾക്കൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് ഹാപ്പിയായി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായി പോവുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞാനിതാ ഏകദേശം ഇനി കുറച്ചും കൂടെ പോയാൽ തിരുപ്പൂരെത്തും. ഈ റോഡ് ഇത്രയും ദിവസം ഞാൻ ആരാണ് ഏട്ടാ ചോദിക്കുന്നത്? ഇത്രയും ദിവസം നമ്മുടെ അനിയന്മാരും ഏട്ടന്മാരുമായിട്ട് ഇങ്ങനെ ദൈവത്തെ പോലെ ഓരോരാൾ വന്നു. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും ഞാൻ ഓരോ വെള്ളം കുടിക്കണ പോലും എൻ്റെ അനിയന്മാരും ഏട്ടന്മാരും പെങ്ങന്മാരും അമ്മമാരും തന്നെ എനിക്കിവിടുന്ന് അനിയന്മാരും ഇതൊക്കെ ദോശയും ഭക്ഷണവും ഒക്കെ വാങ്ങിത്തന്നു. പിന്നെ തൊട്ട വീട്ടിലൊരക്ക ഒരു ചായയും അച്ചപ്പവും തന്നു. ഭക്ഷണം കഴിച്ചത് പറയല്ല, നമ്മളെ സ്നേഹിക്കുന്നത് പറയണേ. ചങ്ക് പോലെ രക്തബന്ധം പോലും ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത്. ഇത് വേറെ ആർക്കൊക്കെ കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഒന്നും അറിയില്ല. ഇങ്ങനെ ഈ യാത്ര പോരാടും. അത് എത്ര ദിവസം ആകുന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഇനി ഞാൻ വേറൊരു വർക്കും ഇത് കഴിയുന്നവരെ ഞാൻ എടുക്കില്ല. എൻ്റെ വീട്ടുകാരനെ അങ്ങനെ നോക്കുന്ന അറിയില്ല. സിനിമയാണ്, കൂലിപ്പണിക്ക് പോവും, സിനിമയിൽ അഭിനയിക്കും. കുറച്ച് പടം കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാറിൻ്റെ ഷോറൂമിൽ വിളിച്ചിട്ടുണ്ടായി. അവരുടെ പുതിയ വണ്ടി ഞാൻ ലോഞ്ച് ചെയ്യണം പറഞ്ഞിട്ട്. അതുപോലും ഞാൻ എടുക്കണില്ല. ഞാൻ വന്ന വഴി എനിക്ക് മൊത്തമാക്കാതെ ഞാനത് പുറകോട്ട് പോയാൽ ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചോ അതായിരിക്കണം ലക്ഷ്യബോധം. അതിന് വേണ്ടിയിട്ട് മാത്രം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വണ്ടിയിൽ കയറിയിട്ട് ആ ലോഞ്ച് ചെയ്ത് അവരിവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അതെന്തോ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അത് മാത്രം ശ്രദ്ധിക്കുക. കുഴപ്പമില്ല ഏട്ടാ, കാലിലൊരു കുരുവൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും അത് കുഴപ്പമില്ല ഏട്ടാ. നമ്മളിപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിജയ് സേതുപതി അണ്ണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പാടല്ല, ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു എൻജോയിലാണ്. അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒരു കാര്യം പറഞ്ഞു. സന്തോഷ് ജോർജ് കുളങ്ങര സാറ് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പില്ലേ, അത് എത്ര ചെയ്താലും ഭക്ഷണം ഉണ്ടോ ഇത്ര സമയമാണോ നോക്കില്ല, അതൊരു ഭയങ്കര എനർജിയായി ചെയ്തുകൊണ്ടിരിക്കും, ഒരു ടെൻഷനും ഇല്ലാണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കരഞ്ഞു വിളിച്ച എൻ്റെ ദൈവങ്ങൾ ഓരോ ദിവസവും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഏട്ടന്മാർ, അനിയന്മാർ, അച്ഛനമ്മമാർ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിജയണ്ണനെ കാണാൻ ദൂരങ്ങൾ അടുത്തെത്തി. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക, സന്തോഷമായിരിക്കുക, തളരാതെ. ഉണ്ണിക്കണ്ണനെ പോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സങ്കടപ്പെടാതിരിക്കുക. ഭഗവാന്
എനിക്കൊന്നേ പറയാനുള്ളൂ, നേർവഴി കൂടെ പോയി നേർവഴി കൂടെ നമ്മുടെ എന്താഗ്രഹമുണ്ട് സാധിക്കുക. ദൈവങ്ങളെ മുറുകെ പിടിക്കുക. കിടക്കപ്പായിൽ കിടക്കുകയാണെങ്കിൽ, വീൽ ചെയറിൽ കിടക്കുകയാണെങ്കിൽ പോലും ഞാൻ വരും ശക്തമായൊരു മനസ്സിലൊരു തീക്കനലുണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ. എന്നാലാണ് ആ ജീവിതം എന്താ പറയുക, ഒരു പുഞ്ചിരിയായ നിമിഷങ്ങളാവുള്ളൂ. കിടക്കപ്പായി കിടക്കുകയാണെങ്കിൽ, വീൽ ചെയറിലാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നല്ല, എന്നെക്കൊണ്ട് പറ്റും. ഇന്നത്തെ വേദനകൾ നാളെ പുഞ്ചിരിയാകണമെങ്കിൽ കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല. ഇപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് വിജയണ്ണനെ കാണണം പറഞ്ഞാൽ നടക്കില്ല, ആരും സഹായിക്കാനില്ല, ആരും. അപ്പം നമ്മളതിന് വേണ്ടി സഹായിക്കാനില്ല പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളം ഫുള്ള് സപ്പോർട്ടും പ്രാർത്ഥനയുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, പിന്നെ കുറേ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്, അപ്പോൾ മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ ചങ്ക് പോലെ കൂടുന്നൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തിന് നെഞ്ചിൽ തീക്കല്ലാണെങ്കിൽ അത് നടക്കും. ഉണ്ണിക്കണ്ണൻ മകളുടെ ഉമ്മ